അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് അച്ചുവിൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെയാണെന്ന് നൈറ്റ് സ്റ്റേ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഒരുങ്ങി എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഒരുങ്ങാം. ഇവിടെ കറണ്ട് ഇല്ല, കറണ്ട് പോയി. അപ്പോൾ അങ്ങനെ ഒരു 1.5 മാസത്തെ വെറുതെ ഇരിപ്പിന് ശേഷം ഞാൻ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് കയറി, പുതിയ ജോലിക്ക് കയറാൻ പോവുകയാണ്. സോ സങ്കടം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് സങ്കടമുണ്ട്. ഇത്രയും ദിവസം വെറുതെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ രാവിലെ നേരത്തൊക്കെ എണീറ്റിട്ട് പോകണ്ടേ? കുഴപ്പമില്ല, പൈസ വേണമല്ലോ, മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ആയിട്ട് ഡെയിലി വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. വർക്കൗട്ട് തുടങ്ങി, ഹെൽത്തി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ തുടങ്ങും, ഞാൻ നിർത്തും, ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ നിർത്തും. സോ നമുക്കിന്ന് ആയിട്ട് മടിയൊന്നും കൂടിയിട്ടുണ്ട് ചെറുതായിട്ട്. എനിക്ക് എത്ര വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ ഈ റൂം ഡെക്കറേഷൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, ഇട്ടിട്ടില്ല. ഇനി ഇതൊക്കെ ഞാൻ എപ്പോൾ ഇടുമോ എന്തോ, ഇടണം. ഓക്കെ, കറണ്ട് ഇല്ലാത്തതൊരു പ്രശ്നമാണ്. കറണ്ട് വന്നു. ഞാനില്ലേ മറ്റേ റൂം ഡെക്കറേഷൻ്റെ പാർട്ട് 2 ഇട്ടിട്ട് പാർട്ട് 3 ഇടാനുണ്ട്, ഫുൾ ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടി ചെറിയൊരു പണി കൂടി ഉണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പെൻഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ബാക്കിയൊക്കെ ഫുൾ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്യണം. അത് ഒരു 2-3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. എൻ്റെ അടുത്ത് ഒരു 2-3 പേര്, കുറേ ആൾക്കാരൊന്നുമില്ല, ഒരു 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 3 എங்கே പോയി, എന്താ ഇടാത്തേ എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഞാൻ അന്നും ഒരു ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഫുൾ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ. പക്ഷേ എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് അതിൽ ബാക്കി. അത് കഴിഞ്ഞൊരു 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് ഞാൻ ഇന്നോ നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പണ്ട് നല്ല രീതിയിൽ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ ഇപ്പോഴത്തെ മുടി ഹെയർ കട്ടല്ല, അതിന് മുമ്പുള്ള ഒരു ഹെയർ കട്ടിന് ശേഷം ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റേ ചെയ്യാറില്ല. എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്താലോ വേണ്ടയോ എന്ന്. വേണ്ട അല്ലേ, എന്തിനാ വെറുതെ, വേണ്ട. മുടി ഒന്ന് ചീന്തിയിട്ട് സെറ്റാക്കാം. ഒരു കമ്മൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റെഡിയായി. സോ ഇതാണ് ഔട്ട്ഫിറ്റ്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ മൈക്ക് കണക്ട് ചെയ്യാൻ വിചാരിച്ചു. മൈക്ക് കണക്ട് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക. അവിടുന്ന് അപ്പുറത്ത് ആൻറ്റിമാർ അക്കമാർ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലൈക്ക് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 എൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഫിക്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവില്ല, നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊന്നും ഇരിക്കും, പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത. ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാനൊരു 2-3 വട്ടം എന്താ പറയുക ഡയറ്റ് ചാലഞ്ച് എടുത്തിട്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. സ്വാഭാവികമാണ്. അത് ഒരു കുറ്റമൊന്നുമല്ല. അപ്പോൾ അതന്നെ. അപ്പോൾ ഞാനിങ്ങനെ 2026 ആകുമ്പോഴേക്ക് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എനിക്കൊരു 5-6 ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു 5-6 എപ്പിസോഡായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് അച്ചീവ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം, അതിനുള്ള സൊല്യൂഷൻ, അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സീരീസ് ആയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ അതിനാണ് ഈ ഒരുങ്ങി കെട്ടിയിട്ടിരിക്കുന്നത്. ലൈക്ക് അതിന് സ്ക്രിപ്റ്റൊക്കെ ഞാൻ ഇന്നലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെടുക്കണം. പിന്നെ അച്ഛൻ്റെ അവിടേക്ക് പോകുന്നതിന് 2 ഉദ്ദേശമുണ്ട് എനിക്ക്. അച്ഛൻ്റെ അവിടേക്ക് പോകുന്നതിന് ഒന്നാമത്തെ കാര്യം, അവളായിട്ടൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവളായിട്ടൊരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ രണ്ടാമത് ഞാനിപ്പോൾ തിങ്കളാഴ്ച ജോലിക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും. പിന്നെ സൺഡേ മാത്രമല്ലേ ലീവുള്ളൂ. അപ്പോൾ കണക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് പോയിട്ടൊന്നും അർമാദിക്കാം, നാളെയും കൂടി ഉള്ളൂ.
അങ്ങനെയൊക്കെ വിചാരിച്ചു. ഞാൻ എപ്പോൾ കാണുമ്പോൾ ഈ നെയിൽ പോളിഷ് മാറ്റില്ല. അല്ലെ എന്ത് സംഭവം എന്നറിയോ, എൻ്റെ നെയിൽ പോളിഷ് റിമൂവർ കഴിഞ്ഞിട്ട് ഞാനത് വാങ്ങില്ല. ഞാൻ എപ്പോഴും മറക്കും ഞാൻ നെയിൽ പോളിഷ് റിമൂവർ വാങ്ങാൻ. ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഞാൻ നഖം കാണുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്തായിരിക്കും ഓക്കെ ഇതിങ്ങോട്ടും എന്തോ പോലെ ആണല്ലോ തോന്നുക. പിന്നെ ഞാൻ ഇതാക്കില്ല, ഇപ്പോൾ കുഴപ്പമില്ല. ചിലപ്പോൾ ഇനി അവിടെ അച്ഛൻ്റെ അവിടെ ചെന്ന് ഞാൻ അവളുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. അവിടെ ചെന്നിട്ട് മാറ്റിയിട്ട് നല്ല നെയിൽ പോളിഷ് ഇടണം. ഇപ്പം അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. പിന്നെ എനിക്ക് പോകുന്നതിന് മുമ്പ് ത്രെഡ് ചെയ്യണം. പിള്ളേച്ചനായിട്ടുണ്ട്. ത്രെഡ് ചെയ്തിട്ട് നേരെ ഞാൻ അവളുടെ അവിടേക്ക് പോവും. അങ്ങനെയാണ് പ്ലാന്. ഫുഡൊക്കെ അവിടെ നിന്നാണ്, ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടെ നിന്ന്. ഇപ്പോൾ ഇത്രയും സമയം, ഇപ്പോൾ 11 മണിയൊക്കെ ആവാറായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി പിന്നെ ഞാൻ നല്ലോണം എന്തൊക്കെയാണ് ബളബളാന്ന് പറയുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. വർക്കൗട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ, അതെനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ഒരുമാതിരി ഡള്ളായിട്ടുണ്ടായിരുന്നു ഫേസ് ഈയിടെയായിട്ട്. അപ്പോൾ ഒന്നൊന്ന് ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതൽ ഞാൻ വളവളരിക്കുന്നില്ല. ഞാൻ പോയി ഷൂട്ട് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ത്രെഡ് ചെയ്യാൻ പോണ സമയത്ത് നമുക്ക് വീണ്ടും പാക്കലാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ പോവുകയാണ്. ത്രെഡ് ചെയ്യാൻ മടിയാവുന്നുണ്ട് ശരിക്കും, പക്ഷെ ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അച്ചുവിൻ്റെ അവിടെ എത്തി. അച്ചുവിൻ്റെ വകയാണ് ഫുഡ് ഫുള്ള്. അച്ചു ഇത്തിരി നാണത്തിലാണ്. എന്തിനാ നാണം? ഞങ്ങളിത് വീഡിയോ എടുക്കാൻ മറന്നു. ഇവിടെ നല്ല രീതിയിൽ മറച്ചിട്ടായിരുന്നു. എന്റെ സ്കില്ലൊന്നും വീഡിയോയിൽ വന്നില്ല. സാരില്ല, എന്റെ ഫാൻസിന് വേണ്ടി ഞാൻ ഒന്നുകൂടി ചെയ്യുന്നതാണ്. രാത്രി അയ്യോ അയ്യ. കാറ്റുപ്പേരി, പപ്പടം, മുട്ട, ചോറ്, മോര് കൂട്ടാൻ. ആരാ? കൊള്ളാം. ആ വേണം. മാങ്ങാച്ചാറൊക്കെ കണ്ടിട്ട് നമ്മള് ചായ കുടിക്കാനല്ല, നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാണ്. തന്നെയാണ് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി. നമുക്ക് പോവാം. ഞങ്ങള് എന്താ പറയുക, നമ്മളെന്താ വാങ്ങിയത്, ഇതിൻ്റെ പേരുന്ന അവക്കാഡോ ജ്യൂസ് ഒരു കടയിൽ കയറിയിട്ട് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച ഒരു 50-60 ആവുള്ളൂ ഒരാൾക്ക്. 240 രൂപ രണ്ടുപേർക്ക്. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. നമ്മളപ്പോൾ ഇന്ന് കഞ്ഞിയും ചെറുപയറും കൂടി ഉണ്ടാക്കി. ഇതാണ് അവസ്ഥ. കഴിക്കണം. അച്ചു ഇവിടെ പാത്രം കഴുകലാണ്. ഒരുങ്ങി പുറത്ത് വന്നിക്കാണ്. ഈ മുടി അങ്ങോട്ട് ശരിയായില്ല, അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ജ്യൂസാണ്, പക്ഷേ കുറച്ച് ജ്യൂസാണ്. ഞാനും കുഴപ്പമില്ല, രസമുണ്ട്. ഇത് അച്ഛൻ്റെ കമ്മലാണ്. ഇന്ന് ഫുൾ അച്ഛൻ്റെ സാധനം. അതെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. അതായത് ഇവിടെ കാണിച്ച് മേടിക്കായിരുന്നു. ഞങ്ങൾ ഒരു ദോശയൊക്കെ 30 രൂപയ്ക്ക് വഴിയിലുണ്ടായിരുന്ന ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ വെണ്ടിട്ട് ചത്താനെ. ദോശയൊക്കെ കഴിച്ച് മാളിൽ പോവാണ്. മാളിൽ പോയിട്ട് ഞാൻ നേരെ തിരിച്ച് എൻ്റെ PG പോവും. അച്ചുവിൻ്റെ ഫ്ലാറ്റിൽ പോവും.
നാളെ മുതൽ ഞാൻ ജോലിക്ക് കയറുകയാണ്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് എന്താ വെറുതെ ഇരുത്തം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്.